السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. صدق الله. ഏറ്റവും സ്നേഹബഹുമാനാദരവ് നിറഞ്ഞ അടക്കുളം മഹല്ല് കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ, കാരണവന്മാർ, ചെറുപ്പക്കാർ, മഹല്ല് നിവാസികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റുള്ള മുഴുവൻ ആളുകളും അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും നാം ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇൽമിൻ്റെ ഹക്ക് ജഹ് ബർക്കത്ത് കൊണ്ട് ഇതിനൊക്കെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരായത്താണ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് നമ്മൾ കരയാറുണ്ട്. പല വീഡിയോസുകൾ കണ്ടാൽ നമ്മുടെ മൊബൈലിൽ വരുന്നതായ ഒരുപാട് വീഡിയോസ്, ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാതെ നമ്മൾ കരയാറുണ്ട്. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ്റെ ആ ആയത്ത് ചിന്തിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് നമുക്ക് കരച്ചിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയാണ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് രഹസ്യമായിട്ട്, ആരാരും കാണാതെ രഹസ്യമായിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ എന്താണ് അതിന് കിട്ടുന്ന പ്രതിഫലം? എന്താ? ലഹും മഗ്ഫിറ. അല്ലാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്നാണ്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ, അല്ലാഹുവിൻ്റെ അദാബിനെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ അല്ലാഹു തആല അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും അജ്റുൻ കബീർ, ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു തആല അവനക്ക് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നാം അതിനു വേണ്ടി സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാഹുവിൻ്റെ അദാബിനെ, നാം ചെയ്ത പ്രവൃത്തികളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിനൊക്കെ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അദാബ് ഉണ്ടാകുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ജീവിതത്തിൽ അവർക്കൊരു പുസ്തകമുണ്ടായിരുന്നു. ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന എല്ലാ നന്മകളാവട്ടെ തിന്മകളാവട്ടെ അതൊക്കെ വളരെ കൃത്യമായി കൊണ്ട് കുറിച്ച് വെക്കും ആ പുസ്തകത്തിൽ. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ മൂപ്പര് തന്നെ ആ പുസ്തകം എടുത്ത് പരിശോധിക്കുന്നതാണ്. നമുക്ക് അങ്ങനത്തെ പുസ്തകമുണ്ടോ? നമുക്ക് പറ്റു പുസ്തകം ഉണ്ടാവും. അതല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കാനുള്ളൊരു പുസ്തകം ഉണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റ്, കല്യാണത്തിന് പോകാനുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡേറ്റുകളൊക്കെ എഴുതി വെക്കാനുള്ള പുസ്തകം ഡയറക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൾഫുകാരെ ഭാര്യമാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയ പൈസയൊക്കെ ഡയറിൽ കൃത്യമായിട്ട് എഴുതി വെച്ച് അവ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കാര്യമാണ്. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഒരു ജീവിതം, ഈ ഒരു ജീവിതത്തിൽ നമ്മൾ സംഭവിക്കപ്പെട്ടതായ എല്ലാ കാര്യങ്ങളൊന്ന് റിക്കാർഡിക്കലാക്കിക്കൊണ്ട് നാം എപ്പോഴെങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ പോലും തൻ്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യവും വളരെ കൃത്യമായിക്കൊണ്ട് എഴുതി വെക്കുകയും വെള്ളിയാഴ്ച ദിവസം അത് പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ പരിശോധിക്കുമ്പോൾ തിന്മ കണ്ടു കഴിഞ്ഞാൽ മൂപ്പര് സ്വന്തം വിചാരണ നടത്തുകയാണ്. എങ്ങനെയാണ് വിചാരണ നടത്തുന്നത്? തൻ്റെ ശരീരത്തോട് ചോദിക്കണം, അഫഅൽത ഹാദാ, നീ തിന്മ ചെയ്തുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാത്രമല്ല തൻ്റെ കൈവശമുള്ള ചാട്ടവയർ, എപ്പോൾ അവരുടെ കൈവശം ചാട്ടവയറുണ്ടോ, അങ്ങനെ ആ ചാട്ടവയർ കൊണ്ട് അതിശക്തിയായിക്കൊണ്ട് ശരീരത്തെ അടിച്ച് മുറിവേൽപ്പിക്കുമായിരുന്നു. അത്രത്തോളം ആത്മീയമായിക്കൊണ്ട് സംസ്കരിച്ച ആളുകളായിരുന്നു അവരൊക്കെ. നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കരയാൻ, നമുക്കതിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അദാബുമായിക്കൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കൊണ്ടുണ്ട്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സ്വഹാബത്തുൽ കിറാം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ജനാസ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൽ ഒരുപാട് കറുത്ത പാടുകൾ കണ്ടിരുന്നു. അത് ഇതായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മഹാനവറുകൾ അദാബിൻ്റെ ആയത്തുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബോധരഹിതനായി പോകും. അങ്ങനെ രോഗമായിക്കൊണ്ട് തൻ്റെ വീട്ടിൽ ഒരുപാട് ദിവസങ്ങൾ കഴിയുമായിരിക്കുകയും തൻ്റെ സ്നേഹിതന്മാരൊക്കെ വന്നുകൊണ്ട് രോഗസന്ദർശനം നടത്തിയിരുന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നമുക്കങ്ങനെ
തെറ്റ് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും നിലക്ക് ബോധം പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ തെറ്റ് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയാണ്, ലം തെലിദിന് ഉമ്മ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയാണ്. ലൈത്തനി ലം തെലിദിന് ഉമ്മ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ തൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ ഒരാൾ സൂറത്ത് തൂറിലെ 7-ാമത്തെയും 8-ാമത്തെയും ആയത്തിങ്ങനെ പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്തത് കേട്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ബോധരഹിതനായിക്കൊണ്ട് വീഴുകയും തൻ്റെ അനുയായികൾ അവരെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും 1 മാസത്തോളം കാലം ആ ആയത്തിനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തി. ഏതാണ് ആയത്ത്? പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് തൂറിലെ 7-ാമത്തെയും 8-ാമത്തെയും ആയത്തായ ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ, തീർച്ചയായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ അദാബ് സംഭവിക്കുക തന്നെ ചെയ്യും. നാം ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനായാലും അതിന് അള്ളാഹുവിൻ്റെ അദാബ് സംഭവിക്കുക തന്നെ ചെയ്യും. ആ അദാബിനെ തട്ടിമാറ്റാൻ ആർക്കും സാധിക്കൂല. ഈ ആയത്ത് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞിരുന്നു എന്നാണ്. മാസങ്ങളോളം വീട്ടിൽ കരയാം. നമ്മൾ ആ ഒരു നിലക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നാം ചെയ്ത തെറ്റിനെ പറ്റിയിട്ട് നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആയത്തുകൾ കൊണ്ട്, ഹദീസ് കൊണ്ട് നമുക്ക് ആത്മസംസ്കരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ ഉമർ തങ്ങളുടെ പാഠം നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്താൻ തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.